എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇൻകം ടാക്സ് ഡിസ്കസ് ചെയ്യാം. അതിൽ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ GST ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ 2 ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. കാണാത്തവരൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്കിന്ന് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ GST എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നോക്കാം. നമ്മളിവിടെ ഫോക്കസ് ഏരിയ ആയിട്ടാണ് ചെയ്യുന്നത്, എക്സാം വേഗമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വേഗത്തിലെല്ലാ കൺസെപ്റ്റും കവർ ചെയ്ത് പോകുന്നതാണ്. ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈയിൽ ആദ്യം നമുക്ക് സപ്ലൈ എന്താണെന്ന് നോക്കാം. സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസുമലാണ് GST ആക്ച്വലി അപ്ലൈ ചെയ്യുന്നത്. GSTയിലെ ടാക്സബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ആണ്. Supply means certain transactions like transfer, sale, rental and etc. for a consideration for the furtherance of business. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ ഫർദറൻസിനായിട്ട് ഒരു കൺസിഡറേഷനോട് കൂടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗുഡ്സിനോ സർവീസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സപ്ലൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ GST പ്രകാരം നമ്മൾ സപ്ലൈനെ കുറച്ച് ഡെഫിനീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനീഷൻസിൽ പറയുന്നതൊക്കെ സപ്ലൈ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നും എന്താ നോക്കാം. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. വാട്ട് ഈസ് സപ്ലൈ അണ്ടർ GST ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വരുന്നത് ഓൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡ് സെയിൽ, ട്രാൻസ്ഫർ, റെൻ്റൽ, ലീസ് മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഫോർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ്. അതായത് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തുന്ന എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് ലൈക്ക് റെൻ്റൽ ആവാം, ലീസ് ആവാം, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആവാം, സപ്ലൈ ആവാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നു? സപ്ലൈ എന്ന് പറയുന്നു. അവിടെ എന്തുണ്ട്? ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്, ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ്, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം സപ്ലൈയിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ കൺസിഡറേഷൻ വെദർ നോട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അതായത് നമ്മളൊരു സർവീസിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്, അതൊരു കൺസിഡറേഷനും കൊടുത്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. വെദർ നോട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. പക്ഷേ ചിലപ്പോൾ അത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിരിക്കില്ല വേണമെങ്കിൽ നമ്മളൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള സർവീസസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നു, അതിന് നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മളത് പേഴ്സണൽ യൂസിനാവും ആ സർവീസിനെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴും അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 വിത്ത് ഓർ വിത്തൗട്ട് എ കൺസിഡറേഷൻ. ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കൺസിഡറേഷൻ ഉണ്ടെങ്കിലും കൺസിഡറേഷൻ ഇല്ലെങ്കിലും നമ്മൾ എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നാലാമത്തെ ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 2 വിത്ത് ഓർ വിത്തൗട്ട് എ കൺസിഡറേഷൻ. അപ്പോൾ ഷെഡ്യൂൾ 1 2 പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും വിത്ത് ഓർ വിത്തൗട്ട് എ കൺസിഡറേഷൻ നമ്മൾ എന്താണ്? സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ്: ദ പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്സ് വേർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസെറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പേ ചെയ്ത ഒരു ടാക്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പേ ചെയ്ത ഒരു ടാക്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അസെറ്റ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു അസെറ്റ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും. അപ്പോൾ ട്രാൻസ്ഫറിന് നമ്മൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കൺസിഡറേഷനിൽ അല്ല ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ അതിനെന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും. അപ്പോൾ പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ് വെയർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ്. ഇനി രണ്ടാമത്തെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ഓർ ബിറ്റ്വീൻ ദ പേഴ്സൺ ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25 വെൻ മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ഒരു റിലേറ്റഡ് പാർട്ടീസ് തമ്മിലോ അല്ലെങ്കിൽ സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റിങ് പേഴ്സൺ ആണ്. അതായത് സബ്സിഡറി ഓർ ഹോൾഡിംഗ് കമ്പനി അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു?
നമ്മൾ സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഇനി മൂന്നാമത്തെ സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ഏജൻറ്റ് അണ്ടർടേക്ക് ടു സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ. അതായത് പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ള ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്താണ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഇനി നാലാമത്തെ ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്, എൻ്റെ ഒരു റിലേറ്റീവ് ഇപ്പോൾ അമേരിക്കയിലുണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ഞാൻ ആ ആളുടെ കയ്യിൽ നിന്ന് ഒരു സർവീസ്, എൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഞാനൊരു സർവീസ് വാങ്ങി എങ്കിൽ അതും എന്താണ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി അടുത്തതാണ് ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2വിലും പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താണ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഷെഡ്യൂൾ 2വിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതിലൊന്നാമത് വരുന്നത് ട്രാൻസ്ഫർ. എനി ട്രാൻസ്ഫർ ഓഫ് ദി ടൈറ്റിൽ ഇൻ ഗുഡ്സ് ഇൻ എ സപ്ലൈ ഓഫ് ഗുഡ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ് അതിൻ്റെ ടൈറ്റിൽ അടക്കം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡായിട്ട് ട്രീറ്റ് ചെയ്യും. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ അവകാശം കൂടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്താ, നമ്മളതിനെ സപ്ലൈ ഓഫ് ഗുഡായിട്ട് കണക്കാക്കുന്നു. ഇനി രണ്ടാമത് വരുന്നത് എനി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഓർ അൺഡിവൈഡഡ് ഷെയർ വിത്തൗട്ട് ദി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഈസ് കൺസിഡർഡ് ആസ് എ സപ്ലൈ ഓഫ് സർവീസസ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ടൈറ്റിൽ അടക്കം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഇവിടെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഗുഡ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ആ ഗുഡിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ സപ്ലൈ ഓഫ് ഗുഡായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ്. അതായത് ഇവിടെ വരുന്നത് എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ ആൻ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എടുക്കാം. ഇപ്പോൾ നമ്മളൊരു സാധനം ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങുമ്പോൾ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഓണർഷിപ്പ് തരുമോ? ഇല്ല. നമ്മളതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ അടച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഗുഡ് പ്രൊവൈഡ് എങ്കിൽ കൂടി നമുക്കതിൻ്റെ ഫുൾ ഓണർഷിപ്പ് കിട്ടുക എപ്പോഴാണ്? അതിൻ്റെ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ്സും അടച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള എഗ്രിമെൻറ്റും ഈ ഒരു ട്രാൻസ്ഫറിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആയിരുന്നു ട്രാൻസ്ഫർ, അതിൽ 3 പോയിന്റ് പറഞ്ഞു. ഇനി സെക്കൻഡ് വൺ വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എനി ലീസ് ഓർ റെൻറ്റൽ എഗ്രിമെൻറ്റ് ടു ഓക്യുപ്പൈ ദ ലാൻഡ് ഈസ് കൺസിഡർഡ് ആസ് എ സപ്ലൈ ഓഫ് സർവീസസ്. അതായത് ലാൻഡിലുള്ള എന്തെങ്കിലും ഒരു ലീസ് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ടെനൻസിയുടെ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റോ ഉണ്ടെങ്കിൽ നമ്മളതിനെ ആ എഗ്രിമെൻറ്റിന് നമ്മൾ എന്താണ് സപ്ലൈ ഓഫ് സർവീസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ നമുക്ക് ടാക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം മൂവബിൾ പ്രോപ്പർട്ടിമേൽ മാത്രമാണ് ഗുഡ്സുമേ മാത്രമാണ് നമുക്ക് GST അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഗുഡ്സ് ആൻഡ് സർവീസസുമേ. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് എനി ലീസ് ഓർ ലെറ്റ് ഔട്ട് ഫോർ എ കൊമേഴ്ഷ്യൽ ഓർ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഫോർ ബിസിനസ് പാർഷ്യലി ഓർ ഫുള്ളി കൺസിഡർഡ് ആസ് എ സപ്ലൈ ഓഫ് സർവീസസ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റീസിനായിട്ട് പാർട്ട്ലിയോ അല്ലെങ്കിൽ ഫുള്ളി കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെയാണ് ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് വിച്ച് ഈസ് അപ്ലൈഡ് ടു ദ അനദർ പേഴ്സൺസ് ഗുഡ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ കാറ് യൂസ് ചെയ്തു, എന്നിട്ടിപ്പോൾ നമുക്കതുമേ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നു. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മളതുമേ എന്താണ് ആ ഒരു വന്നിട്ടുള്ള കേടുപാടുകളൊക്കെ തീർത്തു കൊടുക്കണം. അപ്പോൾ അതെന്താണ് ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സപ്ലൈയെ നമ്മൾ എന്ത് വിളിക്കുക? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി വേറെ വരുന്നൊരു കാര്യം ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സപ്ലൈ ഓഫ് ഗുഡ്. നമ്മളെ ബിസിനസ്സിലുള്ള എന്തെങ്കിലും ഒരു അസറ്റ് നമ്മളുടെ പേഴ്സണൽ യൂസിനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഷെഡ്യൂൾ 2 വരുന്നത് ട്രാൻസ്ഫർ, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ദെൻ ട്രീറ്റ്മെൻറ്റ്, പിന്നെ വന്നത് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ് ഫോർ പേഴ്സണൽ യൂസ്. അപ്പോൾ ഇത്രയുമാണ് ഷെഡ്യൂൾ 1ലും 2ലും വരുന്നത്. ഈ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എന്താണ് സപ്ലൈ ആയിട്ട്, അതായത് ടാക്സബിൾ ഇവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് സപ്ലൈ അതായത് ടാക്സ് അപ്ലിക്കബിൾ അല്ലാതെ വരുന്ന കുറച്ച് സർവീസസ് ഏതൊക്കെയാണ് നോക്കാം. ട്രാൻസാക്ഷൻ ഇൻക്ലൂഡഡ് ഇൻ ഷെഡ്യൂൾ 3.
ഷെഡ്യൂൾ 3 പറയുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, സപ്ലൈയിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. ഒപ്പം തന്നെ ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദി പബ്ലിക് വെൽഫെയർ ആക്ടിവിറ്റീസ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പബ്ലിക് വെൽഫെയർ ആക്ടിവിറ്റീസിനെ അണ്ടർടേക്ക് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല, സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. അതായത് അതുമ്മേ ടാക്സബിൾ ആക്ടിവിറ്റീസ് ഒന്നും ടാക്സബിൾ അല്ല എന്ന് അർത്ഥം. ഇനി നമുക്ക് ഇതിൽ ഷെഡ്യൂൾ 3 വരുന്നത് സപ്ലൈ അല്ലാതെ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് നോക്കണ്ടേ. അപ്പോൾ അതിലൊന്നാമത്തെ പറയുന്നത് സർവീസസ് ഓഫ് എംപ്ലോയി ടു ഹിസ് എംപ്ലോയർ അണ്ടർ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് എംപ്ലോയ്മെൻറ്റിൽ എംപ്ലോയർക്ക് നൽകുന്ന സർവീസസിനെ നമ്മൾ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസസ് ബൈ എ കോർട്ട് ഓർ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ ലോയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന കോർട്ടിൻ്റെയോ ട്രിബ്യൂണലിൻ്റെയോ ഒക്കെ സർവീസസ് നമ്മളിതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ വരുന്നത് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഓർ മെമ്പർ ഓഫ് എനി അതർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ സർവീസസും നമ്മളിതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സപ്ലൈയിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് സപ്ലൈയിൽ വരുന്നത്, ഏതൊക്കെ ഐറ്റമാണ് വരാത്തത് എന്ന് നമ്മൾ നോക്കി. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സപ്ലൈ നോക്കാം. അതിൽ നമുക്ക് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ലൊക്കേഷനാണ്. ബേസ്ഡ് ഓൺ ലൊക്കേഷനിൽ നമുക്ക് ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇൻ്റർ-സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്. ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് ഇൻട്രാ-സ്റ്റേറ്റ് പറയുന്നത്. ഇൻ്റർ-സ്റ്റേറ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് തമ്മിലുള്ള, കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു സപ്ലൈനാണ് നമ്മൾ ഇൻ്റർ-സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ്റെ ബേസിസിൽ നമുക്ക് കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട്, മിക്സഡ് സപ്ലൈ ഉണ്ട്, കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇതിൽ കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്ന് നമ്മൾ ഡെഫിനേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കോമ്പിനേഷൻ ഓഫ് 2 or more ടാക്സബിൾ സപ്ലൈസ്. അതിൽ ഗുഡ്സും പെടും സർവീസസും പെടും. ദേ കനോട്ട് ബി സെപ്പറേറ്റഡ്. അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ദേ ആർ നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന. ഇൻസ്റ്റാളേഷൻ സർവീസ് എന്ന് പറയുന്നത് ആൻസിലറി സപ്ലൈ ആണ്. അപ്പോൾ ആ പ്രിൻസിപ്പൽ സപ്ലൈമേലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സപ്ലൈയുടെ ഫുള്ള് ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മിക്സഡ് സപ്ലൈയിൽ സപ്ലൈ ഓഫ് 2 or more ഇൻഡിവിജ്വൽ സപ്ലൈസ് ആണ്. 2 or more ഇൻഡിവിജ്വൽ ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ദിവാലി ബോക്സ്. അതിൽ പലതരം സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും റേറ്റ് ഏതിനാണോ ആ ഒരു റേറ്റ് മൊത്തം റേറ്റായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അതാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. അടുത്താണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. കണ്ടിന്യൂസ് സപ്ലൈയിൽ എന്ന് പറയുന്നത് അഗ്രീഡ് ടു സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. അപ്പോൾ ഗുഡ്സ് കണ്ടിന്യൂസ് ബേസിസിൽ സപ്ലൈ എന്താണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പൈപ്പ് ലൈൻ, അതുപോലെ കേബിൾ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയ്യുക, സർവീസസ് ഓൺ എ കണ്ടിന്യൂസ് ബേസിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദി റെസിപ്പിയൻ്റ് ബേസിസിൽ നമുക്ക് 2 തരം സപ്ലൈ ഉണ്ട്, ഇൻവേർട്ട് സപ്ലൈയും ഔട്ട്വേർഡ് സപ്ലൈയും. ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീപ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ പർച്ചേസ് ആണ്. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ സെയിൽ, ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർഡ് പർച്ചേസ് ആണ്, ഔട്ട്വേർഡ് എന്ന് പറയുന്നത് സെയിലാണ്. ഇനി ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിൽ നമുക്ക് 3 തരം സപ്ലൈ ഉണ്ട്. എക്സംപ്റ്റഡ് സപ്ലൈക്ക് എന്താണ് ടാക്സ് റേറ്റ് നില്ലായിരിക്കും, നോട്ട് ടു പേ എനി ടാക്സ്. സീറോ റേറ്റഡ് സപ്ലൈയിൽ നില്ലല്ല, 0 റേറ്റ് ആണ്. അത് എക്സ്പോർട്ട്, പിന്നെ സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, അതൊക്കെയാണ് 0 റേറ്റിൽ വരുന്നത്. ദെൻ നോൺ ടാക്സബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് നിൽ തന്നെയാണ്, എക്സംപ്റ്റഡോ അല്ലെങ്കിൽ ഇല്ലായിരിക്കും. അതാണ് നോൺ ടാക്സബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടൈപ്പ് വരുന്നത്. 4 ബേസിസിൽ നമ്മൾ ടൈപ്സ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സപ്ലൈയിൽ വരുന്നത്. ഇനി നമുക്ക് സപ്ലൈയുടെ ടൈം, പ്ലേസ്, വാല്യൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. എക്സാം ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്